മന്ത്രിമാർ പറയണ കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഇന്ത്യയിൽ ആദ്യമായി, കേരളത്തിലാദ്യമായി, ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ അവർ സംഭിപ്പിക്കുന്നതെന്നാണ്. 6 പ്രാവശ്യം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഈ പ്രതിപക്ഷം ചോദ്യോത്തരവേള സംഭിപ്പിച്ചിട്ടുണ്ട്. 17/6/2013, 14/6/2012, 17/6/2013, 12/12/2014, 15/12/2014, 23/3/2015. അപ്പൊ ചോദ്യോത്തരവേള സംഭിപ്പിക്കുന്നത് എന്തോ മഹാപാതകമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നൊക്കെ സ്പീക്കർ പറയാം. ഇവരെല്ലാം ഇത് ചെയ്താണ്. 6 പ്രാവശ്യമാണ് ഞങ്ങൾ പ്രതിപക്ഷത്ത് ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ചോദ്യോത്തരവേള സംഭിപ്പിക്കുന്നത്, അല്ലേ? ഇത് 6 പ്രാവശ്യം സംഭിപ്പിച്ച ആളുകൾ അപ്പുറത്തിരുന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുക. ഞങ്ങളെ ഞെട്ടിച്ചത് എന്താണ്? മന്ത്രി ശിവൻകുട്ടി പറയാണ് മര്യാദ വേണം സമരം ചെയ്യണേന്. എങ്ങനെയാണ് സമരം ചെയ്യണമെന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ദയവ് ഇത് അദ്ദേഹം കാണിക്കരുത്. അദ്ദേഹത്തിന്റെ അടിവസ്ത്രം വരെ പണ്ട് കണ്ടതാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ. അദ്ദേഹം കാണിച്ചു തരരുത് മര്യാദയും എങ്ങനെയാണ് സമരം ചെയ്യണമെന്ന്. ദയവ് ഇത് കാണിച്ചു തരരുത്. എന്തൊരു തമാശയാണ് ഇവർ പറയുന്നത്. വളരെ ഗൗരവതരമായ ഈ വിഷയം ഇന്ന് ചേരുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയും നാളെ ചേരുന്ന UDFും ഗൗരവതരമായി ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഈ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും. വളരെ പവിത്രമായ, കാലാകാലമായി യാതൊരുവിധ കോൺട്രോവേഴ്സികൾക്കും ഇടം കൊടുക്കാതെ UDF ഗവൺമെൻറ്റുകൾ മുഴുവൻ, ഒരുപക്ഷെ UDF ഗവൺമെൻറ്റുകളല്ല കഴിഞ്ഞ കാലങ്ങളിൽ 2019 മുമ്പുള്ള ഗവൺമെൻറ്റുകളൊക്കെ കൈകാര്യം ചെയ്തു പോയ ഒരു വിഷയമാണ് ശബരിമല. അതുപോലെ തന്നെ മണ്ഡലകാലം അവിടെ നടക്കുന്ന ആരാധനാ കർമ്മങ്ങൾ, അതിലെ അനുഷ്ഠാനങ്ങൾ എല്ലാം